നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. ന്യൂസ് 18 ബിഗ് ഇംപാക്ട്. കൊല്ലം ഓയൂരിലെ 6 വയസ്സുകാരിയുടെ തട്ടിക്കൊണ്ടുപോകലിൽ തുടരന്വേഷണത്തിന് ഉത്തരവ്. സംഘത്തിൽ 4 പേരുണ്ടെന്ന കുടുംബത്തിന്റെ സംശയം അന്വേഷിക്കണമെന്ന് കോടതി. ADGP അട്ടിമറിച്ചെന്ന് ആരോപിക്കുന്ന കേസുകളിൽ ഓയൂരിലെ തട്ടിക്കൊണ്ടുപോകലും. മാസങ്ങൾ നീണ്ട ജയിൽ വാസത്തിന് ശേഷം അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി. കൂട്ടിലടച്ച തത്തയല്ലെന്ന് CBI തെളിയിക്കണമെന്ന് ജസ്റ്റിസ് ഭുയാൻ. അട്ടപ്പാടിയിൽ വീണ്ടും നവജാത ശിശു മരണം. മരിച്ചത് ശാന്തി മരുതൻ ദമ്പതികളുടെ 1 ദിവസം പ്രായമായ പെൺകുഞ്ഞ്. കാസർഗോഡ് അധ്യാപികയ്ക്ക് പാമ്പുകടിയേറ്റു. സംഭവം നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. അധ്യാപിക കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ. ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം. വീട് തകർത്തു. അരി അടക്കമുള്ള ഭക്ഷ്യസാധനങ്ങളും കഴിച്ചു. ചക്കക്കൊമ്പിനെ പേടിച്ച് പ്രദേശവാസികൾ. നെയ്യാറ്റിൻകരയിൽ കടകളിൽ കാട്ടുപന്നിക്കൂട്ടത്തിന്റെ ആക്രമണം. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ തുടർ അന്വേഷണത്തിന് ഉത്തരവിട്ട് കോടതി. അന്വേഷണം തൃപ്തികരമല്ലെന്ന കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയുടെ നടപടി. അതേസമയം 2ാം പ്രതി അനിതാകുമാരിക്ക് ജാമ്യം അനുവദിച്ചു. നേരത്തെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നെന്ന സഹോദരന്റെ മൊഴിയിൽ അന്വേഷണം നടക്കാത്തതാണ് സംശയങ്ങൾ ബലപ്പെടുത്തിയത്. ഇതിൽ ആശങ്കയുണ്ടെന്നായിരുന്നു അബിഗേലിന്റെ പിതാവ് ന്യൂസ് 18നോട് വ്യക്തമാക്കിയത്. ഡാൻ കുര്യന്റെ റിപ്പോർട്ട് കാണാം. നവംബർ 27-ാം തീയതിയായിരുന്നു അബിഗേൽ സാറ റജി എന്ന 6 വയസ്സുകാരിയെ കൊല്ലം ഓയൂരിൽ നിന്ന് കാണാതാകുന്നത്. തൊട്ടടുത്ത ദിവസം മാധ്യമങ്ങളും അതോടൊപ്പം മലയാളി സമൂഹം ഒന്നടങ്കം ഈ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി സംസ്ഥാനം മുഴുവൻ ഉറക്കളച്ച് തെരച്ചിലിന്റെ ഭാഗമാകുകയായിരുന്നു. കാരണം ഈ കുട്ടിയെ സുരക്ഷിതയായി കണ്ടെത്തുന്നതിന് വേണ്ടി. അങ്ങനെയാണ് കൊല്ലത്തെ ആശ്രമ മൈതാനത്ത് നിന്ന് കുട്ടിയെ അവശനിലയിൽ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നീട് അങ്ങോട്ട് ഇവരെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന ചാത്തന്നൂർ സ്വദേശികളായ പത്മകുമാർ, ഭാര്യ അനിതാകുമാരി, അവരുടെ മകൾ, ഇവരെ 3 പേരെയും തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. അവരെ ഇവിടേക്ക് എത്തിക്കുന്നു. കൊല്ലത്ത് പോലീസ് ക്ലബിൽ എത്തിച്ച് വിശദമായിട്ട് ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം അന്ന് ക്രമസമാധാന ചുമതലയിൽ ഉണ്ടായിരുന്ന ADGP MR അജിത് കുമാർ, അതായത് അദ്ദേഹമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് നേതൃത്വം നൽകിയിരുന്നത്. അദ്ദേഹം വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കഥയുണ്ട്. അത് പെട്ടെന്ന് അങ്ങോട്ട് ഇപ്പോഴും ആർക്കും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കൂട്ടൊരു കഥയല്ല. ആ കഥയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടോ എന്ന് തേടി നമ്മൾ നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ ഈ കേസിൽ പുനരന്വേഷണം നടത്തണമെന്ന കോടതിയുടെ നിർണായകമായ ഇടപെടലിലേക്ക് എത്തി നിൽക്കുന്നത്. അതായത് ഈ കുട്ടിയുടെ പിതാവ് റെജി ജോൺ, അദ്ദേഹം നഴ്സിംഗ് അസോസിയേഷന്റെ ഒരു ഭാരവാഹിയായിരുന്നു, ജില്ലാ ഭാരവാഹിയായിരുന്നു. അദ്ദേഹം നമ്മളോട് അന്ന് പറഞ്ഞത് പൊതുസമൂഹത്തിന് മുഴുവൻ ഒരു ആശങ്കയുണ്ട്. ദിവസവും 1 തവണയെങ്കിലും ഒരാൾ വീതം എന്തായി ആ കേസിന്റെ കാര്യമെന്ന് തന്നോട് ചോദിക്കാറുണ്ടായിരുന്നു. ഈ 3 പേരല്ല, അതിനപ്പുറത്തേക്ക് ഒരു പുരുഷൻ കൂടി ഉണ്ടായിരുന്നുവെന്ന് ഈ അബിഗേൽ സാറയുടെ സഹോദരൻ ജോനാഥൻ പോലീസിന് മൊഴി നൽകിയിരുന്നു. ആ മൊഴിയിൽ പക്ഷേ വിശദമായ അന്വേഷണം നടത്തിയില്ല. അതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ADGPയോട് ചോദിച്ചപ്പോൾ അത് കുട്ടിയുടെ തോന്നൽ മാത്രമാകാമെന്ന് പറഞ്ഞു വിടുകയായിരുന്നു. അവർ അന്വേഷണ സംഘമാണ് പറയുന്നത് 4ാമതൊരു വ്യക്തി ഇല്ല എന്നുള്ളത്. ഞാൻ ഇപ്പോഴും പറയുന്നത് ഇതിന് പിന്നിൽ, ഞാൻ അന്നും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നത് ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം. കാര്യം എന്റെ ഒരു കുഞ്ഞല്ല, നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ഉണ്ട്. നാളെ ഒരു വ്യക്തിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഇതിന്റെ പേരിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവര് രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ ഇവര് നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ള രീതിയിലേക്ക് പോകാതെ അന്വേഷണം യഥാർത്ഥമായി പറഞ്ഞാൽ കുറച്ചും കൂടെ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ തീർച്ചയായിട്ടും എവിടെങ്കിലും എത്തിച്ചേർന്നേനെ. പക്ഷേ ഏറ്റവും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ വാർത്ത നമ്മൾ പുറത്തുവിട്ടതിന് ശേഷം വലിയ തരത്തിലുള്ള സമ്മർദ്ദം ഈ കുടുംബം റെജി ജോൺ നേരിട്ടിട്ടുണ്ട് എന്നാണ് പരോക്ഷമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഒരു ഘട്ടത്തിൽ താൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ചതുപോലെയല്ല ഈ വാർത്ത പുറത്തെത്തിയത് എന്ന തരത്തിലൊക്കെ അദ്ദേഹം പറയുന്ന സാഹചര്യങ്ങളുണ്ടായി. അതൊരുപക്ഷെ അദ്ദേഹത്തിന്റെ സമ്മർദ്ദം കൊണ്ടായിരിക്കാം. ഇപ്പോഴും അദ്ദേഹം പ്രതികരിക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം എന്റെ അടുത്ത് അദ്ദേഹം സംസാരിച്ചപ്പോൾ മനസ്സ് തുറന്നാണ് പറഞ്ഞത്. പൊതുസമൂഹത്തിന് മുഴുവൻ ആശങ്കയുണ്ട് ഈ കാര്യത്തിൽ. ജോനാഥൻ അന്നു മുതൽ പറഞ്ഞതാണ്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്.
അട്ടപ്പാടിയിൽ വീണ്ടും നവജാത ശിശു മരണം. മേലേമുള്ളി ഊരിൽ ശാന്തി മരുതൻ ദമ്പതികളുടെ 1 ദിവസം പ്രായമായ പെൺകുഞ്ഞാണ് മരിച്ചത്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം സംഭവിച്ചത്. ഇന്നലെ കോട്ടത്തറ ട്രൈബൽ താലൂക്ക് ആശുപത്രിയിൽ കുഞ്ഞിനെ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കുകയായിരുന്നു. കോട്ടത്തറ ട്രൈബൽ താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ ബന്ധുക്കൾ പ്രതിഷേധിച്ചു. കാസർഗോഡ് നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയ്ക്ക് പാമ്പുകടിയേറ്റു. പടിഞ്ഞാറ്റം കൊഴുവേലിയിലെ വിദ്യയ്ക്കാണ് പാമ്പുകടിയേറ്റത്. KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു? ആര്യ, ഈ രാജാസ് ഹൈസ്കൂളിലെ കോപ്പറേറ്റീവ് സ്റ്റോറിലെ വരാന്തക്ക് സമീപത്ത് വെച്ചാണ് ഇത്തരത്തിൽ അധ്യാപികയ്ക്ക് പാമ്പ് കടിയേറ്റത്. അപ്പോൾ തന്നെ അവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏതായാലും ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം ഇത് വിഷമില്ലാത്ത പാമ്പായിരുന്നു കടിച്ചതെന്നാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യനില തൃപ്തികരമാണ്. പക്ഷേ 24 മണിക്കൂർ നിരീക്ഷണത്തിൽ വെക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇവർ ഇപ്പോൾ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ്. എന്തായാലും ഈ സ്കൂളിന്റെ പരിസരമൊക്കെ അത്രത്തോളം വലിയ കാടോ മറ്റൊന്നും ഇല്ലെങ്കിലും ഇതിന് സമീപത്തായാണ് നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അവിടെ ഇത്തരത്തിൽ പാമ്പിന്റെ ശല്യമുണ്ടെന്ന് ഈ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ സ്കൂളിലെ വരാന്തയിൽ വെച്ചാണ് ഇത്തരത്തിൽ പാമ്പ് കടിയേറ്റതെന്നാണ് ഈ സംഭവത്തിന് ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഏതായാലും വിഷമില്ലാത്ത പാമ്പായതുകൊണ്ട് തന്നെ ആശങ്കയ്ക്ക് ഇടയില്ല. പക്ഷേ അതേസമയം 24 മണിക്കൂർ ഇത്തരത്തിൽ നിരീക്ഷണത്തിൽ വെക്കാനാണ് ഡോക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇവരിപ്പോൾ ജില്ലാ ആശുപത്രിയിൽ നിരീക്ഷണത്തിലുണ്ട്. ഏതായാലും പടിഞ്ഞാറ്റൻ കൊഴുവ് സ്വദേശിയാണ് ഈ അധ്യാപിക. ആര്യ, ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കാസർഗോഡ് നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയ്ക്കാണ് സ്കൂൾ വരാന്തയിൽ വെച്ച് പാമ്പുകടിയേറ്റത്. അധ്യാപികയുടെ ആരോഗ്യനിലയിൽ കുഴപ്പമില്ല, തൃപ്തികരമാണ് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. മലപ്പുറം നിലമ്പൂരിൽ പ്രായപൂർത്തിയാകാത്ത 2 ആദിവാസി കുട്ടികളെ വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മൂത്തേടം തീക്കടി ആദിവാസി നഗറിലെ 17-കാരനും കരുളായി കൊയപ്പാൻ വളവിലെ 15-കാരിയുമാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രിയാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരു കയറിൽ ഇരുവരും കൂട്ടിക്കെട്ടി ആത്മഹത്യ ചെയ്ത നിലയിലാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ മാസം ഇരുവരും വിഷം കഴിച്ച ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ഇരുവരും കുറച്ചു മാസങ്ങളായി ഒരുമിച്ചായിരുന്നു താമസം. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം. ഒരു വീട് തകർത്തു. അരി ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനം ഭക്ഷിച്ചു. വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തമൊഴിവായി. 301-ൽ ജനവാസ മേഖലയോട് ചേർന്ന് നിലയുറപ്പിച്ചിരിക്കുകയാണ് ചക്കക്കൊമ്പൻ. ആനയെ കാട്ടിലേക്ക് തുരത്താൻ വനം വകുപ്പും നാട്ടുകാരും ശ്രമിക്കുകയാണ്. പത്തനംതിട്ട രാജാമ്പാറ ലാഹ ഹാരിസൺ തോട്ടത്തിൽ കാട്ടുകൊമ്പൻ ചരിഞ്ഞ നിലയിൽ. 10 വയസ്സോളം പ്രായം തോന്നിക്കുന്ന കൊമ്പനാണ് ചരിഞ്ഞത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി കുറുമ്പൻമൂഴി മേഖലയിൽ കൊമ്പന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കടകളിൽ കാട്ടുപന്നി കൂട്ടത്തിന്റെ ആക്രമണം. ഒരാൾക്ക് പരുക്കുണ്ട്. വെള്ളറട ജംഗ്ഷനിലെ 15-ലധികം കടകളിലാണ് ആക്രമണമുണ്ടായത്. കടകളിലെ ഗ്ലാസുകൾ ഉൾപ്പെടെ തകർത്തു. വഴിയാത്രക്കാരും വ്യാപാരികളും പരിഭ്രാന്തരായി. ഭക്ഷണ സാധനങ്ങളുടെ ലഭ്യതക്കുറവ് കാരണം നഗര മാലിന്യങ്ങൾ ഭക്ഷിക്കാൻ എത്തിയതായിരിക്കാം പന്നിക്കൂട്ടമെന്നാണ് നിഗമനം. ഓണം ഇങ്ങെത്തുന്നു. ഇന്ന് പൂരാട്. കായ വറുത്തതും ശർക്കര വരട്ടിയും ഇല്ലാത്ത ഒരു ഓണക്കാലത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും മലയാളികൾക്കാവില്ല. ലോകത്തെവിടെയുമുള്ള മലയാളികളുടെ അവസ്ഥ ഇതാണ്. കേരളത്തിനപ്പുറവും ഇവയുടെ വിപണി വിസ്തൃതമായി കഴിഞ്ഞു. നല്ല തിളച്ച വെളിച്ചെണ്ണയിൽ വറുത്തുകോരിയെടുക്കുന്ന കായ ഉപ്പേരി ആരിലും കൊതി പടർത്തും. ലോകത്തെവിടെയുമുള്ള മലയാളികൾ ഓണക്കാലമാകുമ്പോൾ തന്റെ ഇഷ്ടങ്ങളിലേക്കും ഗൃഹാതുരത്വത്തിലേക്കുമെല്ലാം എളുപ്പത്തിൽ ഓടിയെത്തും. അവർക്കു വേണ്ടി തന്നെയാണ് വെളിച്ചെണ്ണയിൽ മുങ്ങി നിവർന്ന് നല്ല മഞ്ഞ കണിക്കൊന്ന പോലെ ഇവ വിരിയുന്നത്. ഇന്ത്യയൊട്ടാകെയുള്ള വൻകിട കമ്പനികളുടെ ഔട്ട്ലെറ്റുകളിലേക്കും രാജ്യത്തിന് പുറത്തേക്കുമെല്ലാം ഓണക്കാലത്ത് നമ്മുടെ നാട്ടുരുചി എത്തുന്നുണ്ട്. കേരളത്തിൻ്റെ പുറത്തുള്ള വിപണി ശരിക്കും നമ്മളെപ്പോലെയുള്ളൊരു ബ്രാൻഡിന് 10-40 വർഷമായിട്ടുള്ള ചിപ്പോ എന്ന് പറയുന്നൊരു ബ്രാൻഡിന് റെഗുലറായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്.
ഇപ്പോൾ ബാംഗ്ലൂർ, ചെന്നൈ, ഡൽഹി അങ്ങനെയുള്ള മെട്രോസിലൊക്കെ നമുക്കിപ്പോൾ റെഗുലറായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് വരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലുള്ളവരെക്കാട്ടും വളരെ വലിയ വിലയാണ് കേരളത്തിൻ്റെ പുറത്ത് പോയാൽ മലയാളികൾക്ക് വരെ ഉണ്ടാവുക. അപ്പോൾ അതിന് ചിപ്സിന് അവർക്ക് ശരിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന അതേ ക്വാളിറ്റിയിൽ ഫ്രഷായിട്ട് അവിടെ കിട്ടുക എന്നുള്ള കിട്ടും എന്നുള്ളൊരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ അവിടെ എന്തായാലും കസ്റ്റമേഴ്സിന് ഇതിനുള്ള ഒരു റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട്. അതിനോടുള്ളൊരു അട്രാക്ഷനാണത്. ശർക്കര വരട്ടിയും കായ ഉപ്പേരിയുമെല്ലാം മികച്ച അന്തരീക്ഷത്തിൽ ഉൽപ്പാദിപ്പിക്കണമെന്ന് കമ്പനികൾ നിർബന്ധം പുലർത്തുന്നുണ്ട്. അവർക്ക് മാത്രമാണ് ഓർഡർ ലഭിക്കുക. എൻ പ്രൊഡക്റ്റ് വരുന്ന ചിപ്സ് നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങൾ ഓയിലിൻ്റെ ടെമ്പറേച്ചറാണ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഫ്രൈയിങ്ങിൽ തന്നെ ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പിന്നെ അതുപോലെ തന്നെ സ്ലൈസറിൻ്റെ ഇതും ഒരു മെയിൻ ഫാക്ടറാണ്. ആ സ്ലൈസറിൻ്റെ നമ്മുടെ തിക്നെസ്, ഒരു ബനാന ചിപ്സിന് യൂണിഫോം തിക്നെസ് എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യാൻ ആ സ്ലൈസറും അവിടെ കൊടുക്കുന്ന പ്രഷറും എല്ലാം ഒരു ഫാക്ടറാണ്. അപ്പോൾ അതും ചെക്ക് ചെയ്ത് ഇവരെല്ലാവരും ഹൈജീൻ ട്രെയിനിങ് ആയാലും ആ ട്രെയിനിങ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പിന്നെ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മളെ ചേട്ടന്മാരാണ് മെയിനായിട്ട് അത് നോക്കുന്നത്. ഉപ്പേരികൾ എല്ലാ കാലത്തും നാട്ടിൽ കിട്ടുമെങ്കിലും ഓണക്കാലത്ത് വാങ്ങിക്കഴിക്കുന്നതിന്റെ സുഖമൊന്നു വേറെയാണ്. അല്ലെങ്കിലും ഓർമ്മകൾ തന്നെയാണല്ലോ ഓണവും. ന്യൂസ് 18 കൊച്ചി. ഓണത്തിന് കേരളത്തിനായി പൂക്കാലം ഒരുക്കുന്ന ഗ്രാമമുണ്ട് തമിഴ്നാട്ടിൽ. തേനി ജില്ലയിൽ പൂക്കൾ മാത്രം കൃഷി ചെയ്യുന്ന പള്ളവരായൻപട്ടിയുടെ മനോഹര കാഴ്ചകൾ കാണാം. തമിഴ്നാട് തേനി ജില്ലയിലെ പള്ളവരായൻപട്ടിയുടെ ഗ്രാമവഴിയുടെ ഇരുവശത്തും നോക്കെത്താ ദൂരത്തോളം പൂപ്പാടങ്ങളാണ്. ജമന്തിയും ചെണ്ടുമല്ലിയും മുല്ലയും റോസും അരളിയും വാടാമല്ലിയും ഒക്കെ പൂക്കുന്ന പാടങ്ങൾ. കേരളത്തിനൊപ്പം കർണാടകയിലേക്കും ആന്ധ്രാപ്രദേശിലേക്കും വിദേശത്തേക്കും ഇവിടുന്ന് പൂക്കൾ കയറ്റുമതി ചെയ്യാറുണ്ട്. എന്നാലും പ്രധാന മാർക്കറ്റ് കേരളം തന്നെ. ഓണക്കാലമാണ് പ്രധാന വിപണി. தோட்டத்தோடைய விவசாயிகள் இப்போ இதுக்கு நார்மல் 20-30 விலை போகுது. கேரளாவில் ஓணம் கொண்டாடுனாங்கன்னா எங்களுக்கு 100 ரூபா 150 ரூபா வரைக்கும் விலை போகும். அந்த ஓணத்துக்காண்டி நாங்களும் எதிர்பார்த்து நிற்கிறோம். விவசாயி இப்போதைக்கு செஞ்சது அறுவடை செய்யாமல் இருக்குது. கொஞ்ச நாள் கழியும்போது ஓணம் தொடங்கிருச்சுன்னா நல்லா வரும் அப்படின்னு எதிர்பார்த்துக்கு இருக்கோம். விலை வந்து இந்த ஒரு வாரம் இந்த ஓணம் டைம் மட்டும்தான் கிடைக்கும். மற்ற டைம்லாம் கொஞ்சம் நல்லா தான். പള്ളവരായൻപട്ടിയിലെ 500ഓളം കർഷകർ 1000 ഏക്കറിലധികം സ്ഥലത്ത് പൂക്കൃഷി നടത്തുന്നുണ്ട്. കർഷകർ പള്ളവരായൻപട്ടിയിലെ മാർക്കറ്റിലാണ് പൂക്കൾ വിൽക്കുന്നത്. ഇവിടുന്ന് ആവശ്യക്കാർ ലേലം വിളിച്ചു വാങ്ങും. ചെണ്ടുമല്ലിക്ക് 30, ജമന്തി 150, വാടാമല്ലി 120, മുല്ല 900 എന്നിങ്ങനെയാണ് നിലവിലെ വില. മറ്റു സമയങ്ങളിലും കേരളത്തിലേക്ക് പൂക്കളെത്താറുണ്ടെങ്കിലും ഓണനാളുകളിലാണ് മികച്ച നേട്ടം ലഭിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് വിദ്യാലയ വളപ്പിനെ വർണ്ണാഭമാക്കി ചെണ്ടുമല്ലി പൂപ്പാടം. കോളിയടുക്കം ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥികളാണ് ചെണ്ടുമല്ലി പൂന്തോട്ടം ഒരുക്കിയത്. സ്കൂളിലെ ഓണാഘോഷത്തിന് മനോഹരമായ പൂക്കളം ഒരുക്കാനാണ് തീരുമാനം. വിദ്യാലയ വളപ്പിൽ മഞ്ഞയും ഓറഞ്ചും നിറത്തിൽ ചെണ്ടുമല്ലിപ്പൂക്കൾ പൂത്തു നിൽക്കുന്നത് കണ്ണും മനസ്സും ഒരുപോലെ നിറയ്ക്കും. കാസർഗോഡ് കോളിയടുക്കം ഗവൺമെന്റ് UP സ്കൂളിലെ തോട്ടത്തിലാണ് ഈ മനോഹര കാഴ്ച. 200ഓളം ചെണ്ടുമല്ലി തൈകളുള്ള പൂന്തോട്ടമാണ് കുട്ടികളും അധ്യാപകരും ചേർന്ന് ഒരുക്കിയത്. ജൂണിലാണ് ചെണ്ടുമല്ലി തൈകൾ എത്തിച്ചത്. മികച്ച പരിപാലനം നൽകിയതോടെ തൈകളെല്ലാം സമൃദ്ധമായി വളർന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുപോലെ ഒഴിവു സമയങ്ങൾ തോട്ടത്തിൽ ചെലവഴിച്ചു. കളകൾ പറിച്ചും വെള്ളം നനച്ചും പൂന്തോട്ടത്തിന് മികച്ച പരിചരണം നൽകിയപ്പോൾ ചെടികൾ വളർന്നു. മനോഹരമായ പൂക്കൾ വിരിഞ്ഞു. പൂക്കളം നമ്മുടെ പൂക്കൾ കൊണ്ട് തന്നെ ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഈ കടകളിൽ നിന്ന് പൂക്കൾ വാങ്ങിച്ചിട്ടാണ് ഉണ്ടാക്കിയത്.
കുട്ടികൾക്ക് ഈ പറഞ്ഞ കുട്ടികളുടെ വീടുകളിലും ഈ ഒരു മനോഭാവം ഉണ്ടാക്കുമെന്ന് നമ്മുടെ ഒരു ഉദ്ദേശമാണ്. പ്രത്യേകിച്ചും ഇന്നെല്ലാവരും ഈ വാണിജ്യ സംസ്കാരമാണ്, എല്ലാം കടയിൽ നിന്ന് കിട്ടും എന്നുള്ള ഒരു തോന്നല്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ തോട്ടത്തിൽ ഒരു പൂന്തോട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾക്കും ഭയങ്കര ആവേശമാണ്. ഇപ്പം കുട്ടികളെല്ലാം പറയുന്നത് അത് തരുമോ എന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇത് നിങ്ങളുടെ വീട്ടിലൂടെ ഉണ്ടാക്കണം. ചെണ്ടുമല്ലിത്തോട്ടത്തിലെ പൂക്കൾ ഉപയോഗിച്ച് സ്കൂളിലെ ഓണാഘോഷത്തിന് മനോഹരമായ പൂക്കളം ഒരുക്കുവാനാണ് തീരുമാനം. ഇതിനായുള്ള ഒരുക്കത്തിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും. ന്യൂസ് 18 കാസർഗോഡ്. ഓണാഘോഷം ഒഴിവാക്കി ട്യൂഷൻ സെന്റർ വിദ്യാർത്ഥികൾ 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. കൊട്ടാരക്കര ആസ്റ്റർ ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് വയനാട് ദുരിതബാധിതർക്കായി ആഘോഷം മാറ്റിവെച്ച് തുക സ്വരൂപിച്ചത്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെ കണ്ട് വിദ്യാർത്ഥി പ്രതിനിധികളും അധ്യാപകരും തുക കൈമാറി. പാലാ പൈകയിൽ പ്രവർത്തിക്കുന്ന മനസ്സ് എന്ന ആത്മഹത്യാ പ്രതിരോധ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണം സംഘടിപ്പിച്ചു. പൈക കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. മനസ്സ് ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ഡോക്ടർ ജോർജ് മാത്യു പുതിയിടം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വേൾഡ് സൈക്കാട്രിസ്റ്റ് അസോസിയേഷൻ മുൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ റോയി എബ്രഹാം കള്ളിവയലിൽ മുഖ്യപ്രഭാഷണം നടത്തി. മാത്യൂസ് പെരുമനങ്ങാട്, സിനി ജോയ്, എബ്രഹാം പാലക്കുടിയിൽ, തെരേസ്യാമ്മ ജോൺ, KJ എബ്രഹാം എന്നിവർ സംസാരിച്ചു. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. ആനപ്രേമികൾക്ക് ആവേശമായി തിരുനക്കര ആനയൂട്ട്. 17 ആനകളാണ് ആനയൂട്ടിലും ഗജസംഗമത്തിലും പങ്കെടുത്തത്. പ്രത്യേക പൂജകൾക്ക് ശേഷം ആണ് ആനയൂട്ട് നടത്തിയത്. കേരളത്തിലെ എണ്ണം പറഞ്ഞ കരിവീരന്മാർ തിരുനക്കര തേവരെ വണങ്ങിയ ശേഷം ഓരോരുത്തരായി ഗോപുര നടവഴി പുറത്ത് അണിനിരന്നു. കൊമ്പനും പിടിയനും ഉൾപ്പെടെ 17 കരിവീരന്മാരാണ് തിരുനക്കര തേവരുടെ ആനയൂട്ടിനെത്തിയത്. 300 കിലോഗ്രാം അരിയുടെ ചോറിൽ നെയ്യും ശർക്കരയും നാളികേരവും നിവേദ്യങ്ങളും ചേർത്ത് ഉരുളകളായി ആനകൾക്ക്, കരിമ്പുൾപ്പെടെ വേറെ ദ്രവ്യങ്ങളും. പ്രത്യക്ഷ ഗണപതിയായി ആനകളെ സങ്കല്പിച്ചാണ് ആനയൂട്ട്. നാലമ്പലത്തിൽ നിന്ന് തീർത്ഥശുദ്ധി വരുത്തി ചന്ദനക്കുറി അണിയിച്ചാണ് ഓരോ ആനകളെയും പുറത്തേക്ക് എഴുന്നള്ളിച്ചത്. ന്യൂസ് 18 കോട്ടയം. ശ്രീവത്സം ഗ്രൂപ്പിന്റെ ധനകാര്യ സ്ഥാപനമായ മണിമുറ്റത്ത് നിധി ലിമിറ്റഡിന്റെ പദ്ധതിയായ ഭവനരഹിതർക്ക് സുരക്ഷിത ഭവനം പദ്ധതിക്ക് തുടക്കം. ആദ്യഘട്ടമായി പണി പൂർത്തീകരിച്ച 2 വീടുകളുടെ താക്കോൽദാനം MLA MS അരുൺകുമാർ നിർവഹിച്ചു. ശ്രീവത്സം ഗ്രൂപ്പ് ചെയർമാൻ രാജേന്ദ്രൻ പിള്ള പങ്കെടുത്തു. ഇതടക്കം 3 വീടുകളാണ് ആദ്യഘട്ടത്തിൽ കൈമാറുന്നത്. ഇടുക്കി പഴയരിക്കണ്ടം വരിക്കമുത്തൻ റോഡ് തകർന്നിട്ട് വർഷങ്ങൾ പിന്നിട്ടും പുനർനിർമ്മിക്കാൻ ഇനിയും നടപടിയായില്ല. ആയിരക്കണക്കിന് കുടുംബങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്ത് കാൽനട പോലും സാധ്യമാകാത്ത അവസ്ഥയാണ്. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പഴയരിക്കണ്ടം മൈലപ്പുഴ വരിക്കമുത്തൻ റോഡ് കാലങ്ങളായി തകർന്നു കിടക്കുകയാണ്. ജനവാസം ആരംഭിച്ചിട്ട് 7 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും പ്രദേശവാസികൾക്ക് യാത്രായോഗ്യമായ റോഡ് എന്നത് സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ്. നിരവധി തവണ റോഡിന് ഫണ്ട് അനുവദിക്കുന്നതായി ജനപ്രതിനിധികളിൽ നിന്ന് വാഗ്ദാനങ്ങൾ ലഭിച്ചിട്ടും അതൊന്നും ഫലപ്രദമായി നടപ്പിലായില്ല. വാഹനയാത്ര പോയിട്ട് കാൽനടയാത്ര പോലും സാധിക്കാതെ ജനങ്ങൾ കടുത്ത ദുരിതത്തിലാണ്. 10-15 വർഷം മുമ്പ് ഞങ്ങൾ തൊഴിലുറപ്പിൽപ്പെടുത്തി ഈ റോഡൊന്ന് പണിതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഈ റോഡെല്ലാം പോയി കിടന്നിട്ട് ഒരു മനുഷ്യർ പോലും ഇതിനെ പണിയാനോ അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല.
പഞ്ചായത്തുകളിൽ ചെന്ന് പറഞ്ഞാലും ജില്ലാ പഞ്ചായത്ത് ആയിക്കോട്ടെ ബ്ലോക്ക് പഞ്ചായത്ത് ആയിക്കോട്ടെ ഇവിടെയൊന്നും ഈ പണിയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ റോഡ് PWD ആണെന്ന് തന്നെയാണ് പറയുന്നത്. ആയിരക്കണക്കിന് കുടുംബങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്താണ് ഈ ദുരവസ്ഥ. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ മണിക്കൂറുകളോളം ദുരിതയാത്ര ചെയ്താണ് സ്കൂളുകളിലെത്തുന്നത്. ആലപ്പുഴ മധുര സംസ്ഥാന പാത രൂപം കൊള്ളുന്നതിന് മുൻപ് വണ്ണപ്പുറം കഞ്ഞിക്കുഴി ഭാഗത്തേക്കുള്ള ഏക യാത്രാ മാർഗവും ഇതുവഴിയായിരുന്നു. വണ്ണപ്പുറം രാമക്കൽമേട് നിർദ്ദിഷ്ട പാതയായി അടുത്തിടെ പ്രഖ്യാപനമുണ്ടായപ്പോഴും വരിക്കമുത്തൻ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല. പഞ്ചായത്ത് ഭരണസമിതിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അത് PWD റോഡാണ്, അത് അവർ നോക്കിക്കോളും. അപ്പം പഞ്ചായത്തിന് യാതൊരു ഫണ്ടും അനുവദിക്കാൻ കഴിയില്ലെന്ന് പറയും. PWD ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ റോഡ് PWDയിലില്ല, പഞ്ചായത്ത് റോഡാണെന്നാണ് പറയുന്നത്. ഞങ്ങൾ ആരുടെ അടുത്താണ് സഹായിക്കേണ്ടത്? ഞങ്ങൾ ആരുടെ അടുത്താണ് ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് പോകേണ്ടത്? റോഡിന് വരുമ്പോൾ ആളുകൾ പറയും റോഡ് ഒരു 6 മാസത്തിനുള്ളിൽ ഇല്ല, 142 കോടി അനുവദിച്ചിട്ടുണ്ട്, ഈ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് റോഡ് ടാറിങ് നടത്താം. ഇല്ല, പല പരിപാടികളും അവർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. പക്ഷേ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കുകയോ ഈ റോഡിൻ്റെ ആവശ്യമായിട്ട് ഉന്നയിച്ച് ഒരു കാര്യങ്ങൾ നടത്തി തരുകയോ ചെയ്യുന്നില്ല. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒരു നടപടിയും എടുക്കുന്നില്ലെന്നാണ് ആരോപണം. റോഡിനോടുള്ള അവഗണന തുടർന്നാൽ പ്രദേശവാസികൾ ഒത്തുചേർന്ന് വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി വണ്ടിപ്പെരിയാർ സത്രം എയർ സ്ട്രിപ്പ് യാഥാർത്ഥ്യമാകാൻ ഇനിയും കാത്തിരിക്കണം. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉന്നയിച്ച് വനം വകുപ്പ് തടസ്സം സൃഷ്ടിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇടുക്കി വണ്ടിപ്പെരിയാർ സത്രം എയർ സ്ട്രിപ്പിൽ കഴിഞ്ഞ വർഷം പരീക്ഷണ പറക്കൽ നടത്തിയിരുന്നു. എയർ സ്ട്രിപ്പിന്റെ വടക്കുഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന മൺതിട്ട ദൂരക്കാഴ്ചയ്ക്ക് തടസ്സമാകുന്നതിനാൽ അവ നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളും അപ്രോച്ച് റോഡിന്റെ ശേഷിക്കുന്ന ഭാഗം പൂർത്തിയാക്കുവാനുള്ള നടപടികളുമാണ് ഇപ്പോൾ നടന്നുവരുന്നത്. എയർ സ്ട്രിപ്പിന്റെ 400 മീറ്റർ ദൂരമുള്ള റോഡ് പണികൾ പൂർത്തീകരിച്ചു. എന്നാൽ ബാക്കി ഭാഗം പണികൾ പൂർത്തീകരിക്കാൻ വനം വകുപ്പിന്റെ അനുമതി വേണം. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് വനം വകുപ്പ് തടസ്സം സൃഷ്ടിക്കുന്നത്. ഇക്കാര്യം പരിഹരിച്ചാൽ മാസങ്ങൾക്കുള്ളിൽ എയർ സ്ട്രിപ്പ് പ്രവർത്തനം ആരംഭിക്കും. NCC കേഡറ്റുകൾക്ക് സൗജന്യമായി പരിശീലനം നൽകാൻ ദേശീയ നിലവാരത്തിലുള്ള രാജ്യത്തെ ആദ്യ പരിശീലന കേന്ദ്രമാണ് സത്രത്തിലെ NCC എയർ സ്ട്രിപ്പ്. 2017 മെയ് 21 നിർമ്മാണം ആരംഭിച്ചത്. 2023 ഓഗസ്റ്റ് 15 ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അപ്രോച്ച് റോഡിന്റെ പണി പൂർത്തിയാകാത്തത് പ്രതിസന്ധിയായി. വണ്ടിപ്പെരിയാർ സത്രത്തിൽ റവന്യൂ വകുപ്പ് അനുവദിച്ച 12 ഏക്കർ സ്ഥലത്താണ് എയർ സ്ട്രിപ്പ് നിർമ്മിക്കുന്നത്. 2018 പ്രളയത്തിൽ എയർ സ്ട്രിപ്പിന്റെ പല ഭാഗങ്ങളും ഒലിച്ചുപോയിരുന്നു. ഇവ പുനർനിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ 6 കോടി രൂപയും അനുവദിച്ചിരുന്നു. 2022 ഡിസംബർ 1 സത്രം എയർ സ്ട്രിപ്പിൽ ആദ്യമായി വിമാന പരീക്ഷണ പറക്കലും നടത്തി. അടിയന്തര സാഹചര്യങ്ങളിൽ ഹെലികോപ്റ്ററുകളും ചെറുവിമാനങ്ങളും ഇറക്കാനാവുമെന്നത് ജില്ലയുടെ വികസന പ്രവർത്തനങ്ങളിൽ സഹായകരമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് 18 വണ്ടിപ്പെരിയാർ. ഫാറൂഖ് കണ്ണൂർ കോളേജുകളിലെ അതിരുവിട്ട ഓണാഘോഷത്തിൽ ഇടപെട്ട ഹൈക്കോടതി. എല്ലാ വാഹനങ്ങളും കസ്റ്റഡിയിൽ എടുക്കണമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കർശന നിർദ്ദേശം നൽകി. മോട്ടോർ വാഹന വകുപ്പിനാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. വിവരങ്ങളുമായി CN പ്രകാശ് ചേരുന്നു. CN പ്രകാശ്, വിശദാംശങ്ങൾ. ഫറൂഖ് കണ്ണൂർ കോളേജുകളിലെ അതിരുവിട്ട ഓണാഘോഷവുമായി ബന്ധപ്പെട്ട നടപടികളാണ് ഹൈക്കോടതി ആരംഭിച്ചിട്ടുള്ളത്. എല്ലാ വാഹനങ്ങളും കസ്റ്റഡിയിലെടുക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നു. വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും കർശനമായ നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. വാഹന ഡ്രൈവർമാർക്കും ഉടമയ്ക്കും വാഹനത്തിലുണ്ടായിരുന്നവർക്കും എതിരെ കേസെടുക്കണം. വാഹനത്തിലുണ്ടായിരുന്നവരുടെ പേര് വിവരങ്ങൾ ഹാജരാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. മോട്ടോർ വാഹന വകുപ്പിനോടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയോ എന്ന് മോട്ടോർ വാഹന വകുപ്പിനോട് ഹൈക്കോടതി ആരാഞ്ഞിട്ടുണ്ട്. നടപടിക്രമം പാലിച്ച് വാഹന രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്തതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. വാഹനങ്ങൾ മജിസ്ട്രേറ്റ് കോടതിക്ക് കൈമാറണമെന്നും ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിൽ പറയുന്നു. വാഹനങ്ങൾക്ക് 5000 രൂപ വീതം പിഴ ചുമത്തണമെന്നും ഉത്തരവിലുണ്ട്. ഗതാഗത വകുപ്പ് കമ്മീഷണർ 2 ആഴ്ചക്കകം ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. കോളേജ് ക്യാമ്പസുകളിൽ അതിരുവിട്ട ഓണാഘോഷം ഉണ്ടായോ എന്ന് പരിശോധിക്കാനും നിർദ്ദേശമുണ്ട്. ശരി, CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6825 രൂപ, പവന് 54,600 രൂപ.
സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5660 രൂപ, പവന് 45,280 രൂപ. വെള്ളി ഗ്രാമിന് 93 രൂപ, കിലോഗ്രാമിന് 93,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. Kavita Gold and Diamonds. Choose your special. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം പൊതുവേദി. നമസ്കാരം.